ദി പ്രസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 3 പത്രങ്ങളാണ് ഇന്ന് ഞങ്ങൾ പരിശോധനയ്ക്കായി എടുത്തിരിക്കുന്നത്. മാതൃഭൂമി, ഗൾഫ് മാധ്യമം, സിറാജ്. 3 പത്രങ്ങളിലും ഇന്ന് ഒന്നാം പേജിൽ ഇടം പിടിച്ചിരിക്കുന്ന 2 പ്രധാന വാർത്തകളാണ്. 2 വലിയ വാർത്തകൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഒന്ന്, എ പത്മകുമാറിൻ്റെ അറസ്റ്റ്. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് മുൻ MLA ആണ് അദ്ദേഹം. രണ്ടാമത്, സുപ്രീം കോടതി പ്രസിഡന്റ് രാഷ്ട്രപതി ചോദിച്ച ചോദ്യങ്ങൾക്ക് റഫറൻസുകൾക്ക് നൽകിയ മറുപടി. ഗവർണർക്കും രാഷ്ട്രപതിക്കും സംസ്ഥാനങ്ങൾ നൽകുന്ന ബില്ലിൽ എത്ര കാലം പിടിച്ചുവെക്കാനാകും എന്ന ചോദ്യത്തിന് ഭരണഘടനാ ബെഞ്ച്, 5-അംഗ ഭരണഘടനാ ബെഞ്ച് നൽകിയ മറുപടി, വിധിയുടെ വിവരങ്ങളുമാണ്, വിശദാംശങ്ങളുമാണ് 2 പത്രങ്ങളുടെയും ഒന്നാം പേജിൽ, 3 പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പം സിറാജിൽ ചെറിയ വാർത്തകൾ, നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്തടക്കമുള്ള വാർത്തകളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇവ രണ്ടും തന്നെയാണ്. നമുക്ക് ആദ്യം സുപ്രീം കോടതിയുടെ വാർത്തയിൽ നിന്ന് തുടങ്ങാം. എന്തായിരുന്നു സുപ്രീം കോടതിയിൽ ഇന്നലെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ, രാഷ്ട്രപതിക്കും ഗവർണർക്കും എതിരെ 2-അംഗ ബെഞ്ചിൻ്റെ വിധി നേരത്തെ വന്നിരുന്നു. അതായത് തമിഴ്നാട് നൽകിയ കേസിലായിരുന്നു അത്. തമിഴ്നാട് ഗവർണർ RN രവി ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചുവെക്കുന്നു, അത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി 2-അംഗ ബെഞ്ച് അതിനെ വിധി വന്നത് 3 മാസം, അതായത് 3 മാസത്തിനകം ഇത്തരത്തിലുള്ള ബില്ലുകളിൽ അന്തിമ തീരുമാനം ഗവർണറും രാഷ്ട്രപതിയും അയക്കുകയാണെങ്കിൽ, രാഷ്ട്രപതിയാണെങ്കിലും തീരുമാനം എടുക്കണം എന്നായിരുന്നു അന്ന് 2-അംഗ ബെഞ്ച് വിധിച്ചത്. ഇത് കഴിഞ്ഞ ഏപ്രിൽ 8-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ആ ഏപ്രിൽ 8-ന് ശേഷം ഇതിനെതിരെ സാധാരണഗതിയിലുണ്ടാവുക ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിനെ പുനഃപരിശോധനാ ഹർജി നൽകാറുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ബെഞ്ചിലേക്ക് പരിഗണിക്കാനായിട്ടുള്ള ഒരു പുനഃപരിശോധന ഹർജിയോ അല്ലെങ്കിൽ തിരുത്തൽ ഹർജി നൽകുക, അങ്ങനെ നിയമപ്രകാരമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് എടുക്കാറ്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, രാഷ്ട്രപതി നേരിട്ട് സുപ്രീം കോടതിക്ക് റഫറൻസ് തേടുകയായിരുന്നു. 20 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി മുന്നോട്ട് വെച്ചത്. ഈ രാഷ്ട്രപതിക്ക് എങ്ങനെയാണ് ഇത് സമയപരിധി നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു നിയമോപദേശം വേണം, നിയമപരമായി എങ്ങനെയാണ് ഈ കാര്യങ്ങളെന്നറിയാനായിരുന്നു. അതൊരു പ്രസിഡൻഷ്യൽ റഫറൻസ് എന്നാണ് നമ്മളതിന് വിളിക്കുക. പ്രസിഡൻഷ്യൽ റഫറൻസ് ആണ് നടത്തിയത്. അതായത് ഒരു മുൻകൂട്ടിയുള്ള ഒരു എന്ന് പറയാം. നിയമ നടപടികൾ നീളുന്നതിന് പകരം വളരെ വേഗത്തിൽ അത് തീർപ്പാക്കാൻ 2 സ്റ്റെപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് പ്രസിഡൻഷ്യൽ റഫറൻസിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ പ്രസിഡൻഷ്യൽ റഫറൻസിലേക്ക് നീങ്ങിയപ്പോഴാണ് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഇന്നലെ സുപ്രീം കോടതി വാദം പരിശോധിച്ച ശേഷം 5-അംഗ ബെഞ്ചിൻ്റെ വിധി വന്നത്. സമയക്രമത്തിൽ അങ്ങനെ തീർപ്പാക്കിയിരിക്കുകയാണ്. റഫറൻസിന് സുപ്രീം കോടതിയുടെ മറുപടി, അതായത് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയക്രമം നിർദ്ദേശിക്കാൻ കോടതിക്ക് അധികാരമില്ല. അവർ ബില്ലുകൾ വൈകിപ്പിച്ചെന്ന് കരുതി അവയ്ക്ക് അനുമതി നൽകിയതായി കണക്കാക്കാനുമല്ല. ബില്ലിലെ തീരുമാനത്തിൽ മന്ത്രിസഭയുടെ ശുപാർശ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല. എന്നാൽ ഗവർണർ കാരണം വ്യക്തമാക്കാതെ ദീർഘകാലം ബില്ലുകൾ തടഞ്ഞുവെച്ചാൽ കോടതിക്ക് പരിമിതമായി ഇടപെടാം. ഇതെല്ലാം 2-അംഗ ബെഞ്ചിൻ്റെ വിധിയായിരുന്നു. അതായത് അനന്തമായി പിടിച്ചുവെക്കാനാവില്ല, അനന്തമായി പിടിച്ചുവെക്കുകയാണ് എങ്കിൽ അത് ബില്ല് പാസ്സാക്കിയതായി കണക്കാക്കാം എന്നായിരുന്നു 2-അംഗ ബെഞ്ച് വിധിച്ചത്. ഇതിനെല്ലാമായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. മാതൃഭൂമിയും അതുപോലെ തന്നെ മാധ്യമവും എല്ലാം ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എന്ന രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഭരണഘടനയിലെ 200-ാം അനുച്ഛേദ പ്രകാരമാണ് ഗവർണറുടെ അധികാരം നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഗവർണർക്ക് എന്താണ് ചെയ്യാനാവുക. ഒരു ബില്ല് നിയമസഭ അല്ലെങ്കിൽ മന്ത്രിസഭ ഗവർണർക്ക് നൽകി കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യാം? 3 ഓപ്ഷനുകളാണ് ഗവർണർക്ക് മുന്നിലുള്ളത്. 1, അത് പാസ്സാക്കാം. 2, കൂടുതൽ തിരിച്ചയക്കാം, അതായത് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ചയക്കാം. 3, രാഷ്ട്രപതിക്ക് സമർപ്പിക്കാം. ഈ 3 ഓപ്ഷനുകൾ മാത്രമാണ് ഗവർണർക്ക് മുന്നിൽ ഉള്ളത്. ഗവർണർക്ക് മുന്നിലുള്ള ഈ 3 ഓപ്ഷനുകൾക്കപ്പുറത്ത് രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ ഇത് അയക്കാതെ അനന്തമായി വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന പരാതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ
ഒരു ചോദ്യം ഇതായിരുന്നു, ഒരു ബില്ല് ലഭിച്ചാൽ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം അതിൽ ഗവർണർക്ക് എന്തെല്ലാം ചെയ്യാനാകും? അത് ഈ 3 കാര്യങ്ങളാണ് ചെയ്യാനാവുക. ഒന്ന് തിരിച്ചയക്കാം, ഒന്ന് പാസ്സാക്കാം, മറ്റൊന്ന് ഗവർണർക്ക് അയക്കാം. അനുവദനീയമായ ഏത് സാധ്യതകൾ ഉപയോഗിക്കുമ്പോഴും മന്ത്രിസഭയുടെ സഹായോപദേശം നടപ്പാക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടോ എന്നൊരു ചോദ്യവും രാഷ്ട്രപതി ചോദിച്ചിരുന്നു. അതായത് ബില്ല് അയച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ സഹായോപദേശം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മന്ത്രിസഭയോട് ചോദിക്കാൻ സാധിക്കുമോ എന്ന്. വിവേചനാധികാരമുണ്ട് എന്നതാണ് ഇവിടെ. ഗവർണർക്കൊരു വിവേചനാധികാരമുണ്ട്. അനുച്ഛേദം 200 പ്രകാരമുള്ള കാര്യങ്ങൾ മന്ത്രിസഭയുടെ ശുപാർശ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല. ഗവർണർക്കൊരു വിവേചനാധികാരമുണ്ട്. ആ വിവേചനാധികാരം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതായത് മന്ത്രിസഭയുടെ ശുപാർശ അതുപോലെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയില്ല എന്നായിരുന്നു. മൂന്നാമത്, ഗവർണർക്ക് ഈ അനുച്ഛേദ പ്രകാരം ഭരണഘടനാപരമായ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാണോ എന്ന ചോദ്യമായിരുന്നു കാതലായ മറ്റൊരു ചോദ്യം. ഇതിനുള്ള ഉത്തരവും കൃത്യമായി കോടതി ഇന്നലെ പറയുന്നു. ഗവർണറുടെ നടപടികൾ കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമല്ല. കോടതിക്ക് ഗവർണർ നടപടികൾ പരിശോധിക്കാൻ ആകില്ല എന്നതാണ്. ഗവർണർ തീരുമാനത്തിലെ ശരിതെറ്റുകളിലേക്ക് കോടതി കടക്കാനാവില്ല. എന്നാൽ ദീർഘവും വിശദീകരണവുമില്ലാതെ ബില്ലുകൾ പിടിച്ചുവെക്കുകയാണെങ്കിൽ കോടതിക്ക് പരിമിതമായി ഇടപെടാം എന്ന ഒരു യുക്തിസഹമായ സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഗവർണർക്ക് പരിമിതമായ നിർദ്ദേശങ്ങൾ നൽകാൻ കോടതിക്ക് കഴിയും. അപ്പോഴും ഗവർണറുടെ വിവേചനാധികാരത്തിൽ സംബന്ധിച്ച് കോടതി നിരീക്ഷണങ്ങൾ നടത്തരുത് എന്നതാണ് 5-അംഗ ബെഞ്ചിൻ്റെ ഉത്തരവിൽ പറയുന്നത്. ഇതിൽ കോടതിയിൽ ഏറ്റവും കൂടുതൽ കേസുകളുമായി പോയത് BJP ഇതര സംസ്ഥാനങ്ങളാണ്. കേരളം, ബംഗാൾ, തമിഴ്നാട്, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളാണ് പോയത്. അവർക്കാണ് ഗവർണറുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇതിൽ ഒരു ഭരണഘടനാ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഫെഡറൽ തത്വങ്ങൾക്ക് ഇപ്പോഴും ഇത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കോടതി ഇന്നലെ നടത്തിയ ഈ വിധി പ്രസ്താവം പോലും ഒരു തുറന്ന ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്നുണ്ട്. അതായത് ഗവർണറുടെ വിവേചനാധികാരം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഇതിനൊരു സമയക്രമം വയ്ക്കുന്നില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനൊരു സമയക്രമം വെച്ചുകൊണ്ട് ഭരണഘടനാ ഭേദഗതി നടത്തണം. ഭരണഘടനാ ഭേദഗതി എന്തായാലും BJP സർക്കാർ നടപ്പിലാക്കും അല്ലെങ്കിൽ കൊണ്ടുവരുമെന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കരുതാനേ ആവില്ല. അപ്പോൾ കോടതി കൂടി കൈവിടുമ്പോൾ ഇത്തരം ഈ ഇതര സംസ്ഥാനങ്ങളിൽ, അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള ചേരിയിലുള്ള മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണത്തിന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ അത് എത്രത്തോളം ഉണ്ടാകും എന്ന ചോദ്യമാണ് ഉള്ളത്. ഇന്ന് മുഖപ്രസംഗങ്ങളിലൂടെ ഓടിച്ചു പോവുകയാണ് എങ്കിൽ 2 പത്രങ്ങൾ, സിറാജും മാതൃഭൂമിയും ഇത് തന്നെയാണ് ഇന്ന് മുഖപ്രസംഗത്തിനും വിഷയമാക്കി എടുത്തിരിക്കുന്നത്. 2 പേരും ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നു. ഗോവൻ ഗവർണർ ആയിരുന്ന മഹാരാഷ്ട്രയുടെ ഗവർണറായിരിക്കുന്ന ശ്രീധരൻ പിള്ളയുടെ ഒരു ലേഖനം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇപ്പോഴും ഗവർണറാണ് എന്നതുകൊണ്ട് തന്നെ ഗവർണറുടെ സ്ഥാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അധികാരത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിൽ വിശദമായ രീതിയിൽ തന്നെ ആ വാർത്തയെ പത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊരു തുറന്ന ചർച്ചയ്ക്ക് വഴിവെക്കുമെന്നാണ് മുഖപ്രസംഗങ്ങളിൽ മാതൃഭൂമിയും സിറാജും പത്രം പറയുന്നത്. അതായത് ഗവർണർ ഇത്തരത്തിൽ പിടിച്ചുവെക്കുകയാണെങ്കിൽ പലപ്പോഴും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമായ ആരോപണം ഇതൊരു ഗവർണർ പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കളിക്കുന്നു എന്നാണ്. BJPക്ക് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സ്വാഭാവികമായിട്ടും ഗവർണറെ നിയമിക്കുന്നതിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് വലിയ പങ്കുണ്ട്. കേന്ദ്ര സർക്കാരാണ് നോമിനേറ്റ് അവർ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണറായി വരുന്നത്. ആനന്ദ് ബോസാണ് ബംഗാളിലുള്ളത്, RSS നേതാവാണ് ആർലേക്കറാണ് കേരളത്തിലുള്ളത്. അങ്ങനെ തമിഴ്നാട്ടിലാണെങ്കിൽ RN രവിയാണുള്ളത്. അദ്ദേഹം ഒരു BJP നേതൃത്വത്തിലുള്ള
ഒരു വ്യക്തിയാണ്, ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അങ്ങനെ പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന എല്ലായിടത്തും ഉള്ളത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ ചായ്വുള്ള ആളുകളാണ്. അപ്പോൾ ഇവരെല്ലാം സർക്കാരുകളുടെ നിയമനങ്ങൾ, സർക്കാരുകളുടെ ബില്ലുകളെ, സർക്കാരുകളുടെ ഇടപെടലുകളെ എല്ലാം പലപ്പോഴും ഗവർണർ ഇടപെടുന്നത് നമ്മൾ പലപ്പോഴും കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ആർലേക്കറിൻ്റെ കാലത്ത് മാത്രമല്ല, അതിനു മുമ്പ് ആരിഫ് ഖാൻ്റെ കാലത്തും ഏറ്റുമുട്ടലുകൾ വളരെ പ്രസിദ്ധമായിരുന്നു, വാർത്തകൾ നിറഞ്ഞിരുന്നു. ഡൽഹിയിൽ ലഫ്റ്റനൻറ്റ് ഗവർണറും ആപ്പിൻ്റെ സർക്കാരുണ്ടായിരുന്ന കാലത്ത് ആപ്പ് സർക്കാരും ആം ആദ്മി സർക്കാരും തമ്മിലുള്ള പോരാട്ടം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇത് വലിയ തോതിൽ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയപ്പോഴാണ് ഒടുവിൽ തമിഴ്നാട് കോടതിയെ സമീപിക്കുന്നു. ആർ എൻ രവി അനിശ്ചിതമായി 8ഓളം ബില്ലുകൾ അന്ന് പിടിച്ചുവെച്ചു. ഇപ്പോൾ അതിലാണ് രണ്ടംഗ ബെഞ്ച് ഗവർണർക്ക് ഉള്ള അധികാരത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഉത്തരവ് പറഞ്ഞത്. ഇപ്പോൾ 5 അംഗ ബെഞ്ചിൻ്റെ വിധിയോടുകൂടി 2 അംഗ ബെഞ്ചിൻ്റെ വിധി ന്യായം റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇത് കേരളത്തിനും ബാധകമാണ്. കേരളവും ഇതുപോലെ സുപ്രീം കോടതിയെ സമീപിക്കാനിരുന്നതാണ്. അന്ന് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കേരളം തമിഴ്നാടിൻ്റെ വിധി വന്നപ്പോൾ അത് തങ്ങൾക്കും ബാധകമാണ് എന്ന് കേരളം അവകാശപ്പെട്ടിരുന്നു. കേരളത്തിനും ഇത് തിരിച്ചടിയാണ് ഈ പുതിയ 5 അംഗ ബെഞ്ചിൻ്റെ വിധി എന്നത് പറയാതെ വയ്യ. ഗവർണർ ബില്ലുകൾ വൈകിപ്പിച്ചതിനെതിരെ സുപ്രീം കോടതി സമീപിച്ച പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. കേരളം തമിഴ്നാടിൻ്റെ വിധി വന്ന ശേഷമാണ് അധികം മുന്നോട്ട് പോകാതിരുന്നത്. ഇനിയിപ്പോൾ ഈ 5 അംഗ ബെഞ്ചിൻ്റെ വിധി പുനഃപരിശോധിക്കാൻ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നടപടികൾ സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. രണ്ടാമത്തെ വാർത്ത പത്മകുമാറിൻ്റെ അറസ്റ്റ് തന്നെയാണ്. കേസിൽ 6ാം പ്രതിയായാണ് 6ാമത്തെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. പത്മകുമാർ എന്നത് CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. 91-ൽ കോന്നിയിൽ നിന്ന് MLA ആയ ആളാണ്. ഈ 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകാൻ അനുമതി കൊടുത്ത ബോർഡിൻ്റെ പ്രസിഡൻറ്റ് പത്മകുമാറായിരുന്നു. മുരാരി ബാബു അടക്കം ഈ കേസിൽ അറസ്റ്റിലായ മുരാരി ബാബു അടക്കമുള്ളവരുടെ മൊഴിയിൽ ബോർഡിൻ്റെ നിർദ്ദേശം തങ്ങൾ പാലിക്കുക മാത്രമായിരുന്നു, നടപ്പിലാക്കുക മാത്രമായിരുന്നു ചെയ്തത് എന്ന മൊഴിയുണ്ടായിരുന്നു. അന്ന് ബോർഡ് പ്രസിഡൻ്റായ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ്, അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിൻ്റെ അറസ്റ്റ്, ഇതെല്ലാം വലിയ സംഭവവികാസങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ അറസ്റ്റിൽ എന്നാണ്, അറസ്റ്റിലായത് CPM ജില്ലാ കമ്മിറ്റി അംഗമെന്ന് മാതൃഭൂമി എടുത്തു പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള പത്മകുമാർ അറസ്റ്റിൽ എന്ന് സിറാജും അതേ തലക്കെട്ട് തന്നെ മാധ്യമവും എഴുതിയിരിക്കുന്നു. അപ്പോൾ മാതൃഭൂമിയിലാണെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ആരെല്ലാം അറസ്റ്റിലായി എന്ന ഒരു ടൈം ലൈൻ, പിക്ചർ ടൈം ലൈനും നൽകിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഒക്ടോബർ 16 ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങുന്നു. 23-ാം തീയതി മുരാരി ബാബു രണ്ടാമൻ അറസ്റ്റിലാവുന്നു. മൂന്നാമനായി D സുധീഷ് കുമാർ അറസ്റ്റിലാവുന്നു. നാലാമനായി KS ബൈജു അറസ്റ്റിലാവുന്നു. അഞ്ചാമനായി നവംബർ 11-ന് N വാസു അറസ്റ്റിലാവുന്നു. നമ്പർ 6-ാമനായി A പത്മകുമാർ 20-ാം തീയതി അറസ്റ്റിലാകുന്നു. കേസിൽ 8ാം പ്രതിയാണ് പത്മകുമാർ. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇനി ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൈവരാൻ പോവുകയാണ്. കാരണം CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പത്തനംതിട്ട ജില്ലയിൽ പിണറായി വിജയൻ പക്ഷത്തിൻ്റെ ശക്തനായ നേതാവാണ് A പത്മകുമാർ. അങ്ങനെ വലിയ തോതിൽ ഒരു രാഷ്ട്രീയ മാനം കൂടി ഇതിനകത്ത് കടന്നു വരാൻ പോവുകയാണ്. വാസുവും CPM-ൻ്റെ നേതാവ് തന്നെയാണ്. ഇതെല്ലാം പക്ഷേ വാസുവിൻ്റെയോ പത്മകുമാറിൻ്റെയോ അറസ്റ്റ് കൊണ്ട് CPM-ന് ഒന്നും സംഭവിക്കുന്നില്ല. ഇതിൽ സർക്കാരിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. കുറ്റക്കാരാണെങ്കിൽ അറസ്റ്റ് ചെയ്യും, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും, അത് പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പാർട്ടിയുടെ പ്രതിച്ഛായയെ ഇത് ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അടക്കം നേതൃത്വം കൊടുത്ത ഒരു സമിതിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. വേണ്ട അത്ര സൂക്ഷ്മത പാലിക്കാതെ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള വീഴ്ച, കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള
നടപടിക്രമങ്ങൾ എന്ന തരത്തിലെല്ലാം തന്നെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തത് പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ്. പാർട്ടിക്ക് അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആകും എന്ന് തോന്നുന്നില്ല. ഇത് തന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും അല്ലെങ്കിൽ എത്ര വിശകലനങ്ങളിലേക്കും കടക്കുമ്പോൾ കാണുന്നത്. നമുക്ക് പത്രത്തിൻ്റെ ഉൾപേജുകളിലേക്ക് കടക്കാം. ഉൾപേജുകളിലേക്ക് കടക്കുകയാണെങ്കിൽ അൽ മക്തൂമിൻ്റെ പൂർണ്ണ ചിത്രം തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദുബായ് എയർ ഷോ ഇന്ന് സമാപിക്കുമെന്ന വാർത്തയിൽ അൽ മക്തും എന്ന് പറയുന്നത് ദുബൈയിലെ രണ്ടാമത്തെ ഏറ്റവും പുതിയ വിമാനത്താവളം വരുന്നതാണ്. പൂർണ്ണ ചിത്രം തെളിഞ്ഞു. നിലവിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ 5 ഇരട്ടി വലിപ്പത്തിലാണ് അൽ മക്തൂം വരുന്നത്. അൽ മക്തൂമിൻ്റെ കോഡ് DWC ആയിരിക്കുമെന്നും ഓരോ വിമാനത്താവളങ്ങൾക്കും ചുരുക്കപ്പേരുകളുണ്ടാകും. നമ്മൾ റെയിൽവേ സ്റ്റേഷന് ഉള്ളതുപോലെ തന്നെ ചുരുക്കപ്പേരുകൾ വിമാനത്താവളങ്ങൾക്കുമുണ്ട്. ആ വിമാനത്താവളങ്ങളുടെ കോഡ് DWC ആയിരിക്കും. അൽ മക്തൂം DXB ആണ് നിലവിലെ ദുബായ് വിമാനത്താവളത്തിൻ്റേത്. ആ വാർത്തയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള കമ്പനികളും എയർ ഷോയിൽ സജീവമാണ് എന്ന വാർത്തയും മാതൃഭൂമിയുടെ ഉൾപേജിൽ ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള നിരവധി കമ്പനികൾ ഉണ്ട്. ദുബായ് വേൾഡ് സെൻട്രൽ UAE സ്പേസ് ഏജൻസി പവലിയനിലാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്നുള്ള ജെൻ റോബോട്ടിക്സ്, ഹെക്സ് 20 എന്നീ കമ്പനികൾ സാന്നിധ്യം അറിയിക്കുന്നത്. ബഹിരാകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന 2 കമ്പനികളാണ് അവർ. സ്റ്റാർട്ടപ്പുകളാണ്. അവരുടെ സാന്നിധ്യം എയർ ഷോയിലുണ്ട്. മലയാളികളുടെ സാന്നിധ്യം നമ്മുടെ എയർ ഷോയിലുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ കാണണം. അതുപോലെ വിമാനത്താവളത്തിൽ ആഡംബര സൗകര്യങ്ങളുമായി റാസൽ ഖൈമ വരുന്നു. പുതിയ VVIP ടെർമിനൽ നിർമ്മിക്കുമെന്ന വാർത്തയും മാതൃഭൂമി അതിൻ്റെ 2ാം പേജിലുണ്ട്. ഒപ്പം കോർഫക്കാനിൽ പുതിയ സമുദ്ര സംരക്ഷണ സംവിധാനം ഒരുക്കാൻ ഷാർജ ഭരണാധികാരി ഉത്തരവിട്ട വാർത്തയും ഇതിൽ കടന്നു വരുന്നു. മാധ്യമത്തിൻ്റെയും സിറാജിൻ്റെയും ഉൾപേജുകളിലും സമാനമായ വാർത്തകൾ തന്നെയാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കഴിഞ്ഞ ദിവസം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ദുബൈയിൽ വിമാനങ്ങൾ തിരിച്ചുവിട്ട വാർത്തയാണ്. 19 വിമാനങ്ങളാണ് ഇങ്ങനെ വഴിതിരിച്ചുവിട്ടത്. ഷാർജയിലടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വാർത്ത മാതൃഭൂമിയിലും സിറാജിലും അതുപോലെ തന്നെ മാധ്യമത്തിലും ഇടം പിടിച്ചിട്ടുണ്ട്. റാക്ക് നിക്ഷേപ വാണിജ്യ ഉച്ചകോടിക്ക് ഉജ്ജ്വല പരിസമാപ്തി എന്ന വാർത്ത മാധ്യമം നൽകിയിരിക്കുന്നു. ഗോർഫക്കാനിൽ പുതിയ സമുദ്ര സംരക്ഷണ കേന്ദ്രം വരുമെന്ന വാർത്ത മാധ്യമവും നൽകിയിട്ടുണ്ട്. റാക്ക് വിമാനത്താവളത്തിൽ പുതിയ VVIP ടെർമിനൽ, ഇതെല്ലാം തന്നെ ഒരുപോലെ തന്നെ മാധ്യമത്തിലും ഇടം പിടിച്ചിരിക്കുന്നു. സിറാജിലും ഇതിൽ സിറാജിൻ്റെ ഉൾപേജിലാണെങ്കിൽ രാജ്യമാസകലം കനത്ത മൂടൽമഞ്ഞ് വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തി, ദൂരക്കാഴ്ച കുറഞ്ഞു തുടങ്ങിയ വലിയ വാർത്തകൾ തന്നെയാണ് ഇതെല്ലാം ഉണ്ട്. ഈ കേരളത്തിൽ നിന്നുള്ള കമ്പനികൾ എയർ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. UAE ചൈന നേരിട്ടുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് നിലവിൽ വന്നു എന്ന യൂണിയൻ പേ എന്ന പേരിൽ എംബ്രിഡ്ജ് നെറ്റ്വർക്ക് വഴി ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ചു എന്ന വാർത്ത സിറാജ് നൽകുന്നു. എംബ്രിഡ്ജ് നെറ്റ്വർക്ക് വഴി സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ച് UAEയും ചൈനയും തമ്മിലുള്ള ആദ്യത്തെ അതിർത്തി കടന്നുള്ള പേയ്മെൻറ്റ് ഇടപാട് നടന്നു എന്നാണ് വാർത്ത. അതിർത്തി കടന്നുള്ള ഇടപാടുകൾ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക സംവിധാനം ശക്തിപ്പെടുത്താനും രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം UAE വൈസ് പ്രസിഡൻറ്റും ഉപപ്രധാനമന്ത്രിയും UAE സെൻട്രൽ ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാനാണ് നിർവഹിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത സിറാജിൻ്റെ ഉൾപേജിൽ ഉണ്ട്. ഒപ്പം തന്നെ ഷെയ്ഖ് മുഹമ്മദ് എമിറാത്തി പൈലറ്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും സിറാജിൻ്റെ ഉൾപേജിലുണ്ട്. റാസൽ ഖൈമയിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ച വാർത്തയും സിറാജ് അതിൻ്റെ 3ാം പേജിൽ നൽകിയിരിക്കുന്നു. ഇതേ വാർത്ത മാധ്യമവും നൽകിയിട്ടുണ്ട്. മറ്റു പത്രങ്ങളും ഈ കുട്ടികൾ മരിച്ച വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. കൂടുതൽ ഉൾപേജുകളിലേക്ക് പോവുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് കൂടുതലായും ഉള്ളത്. അതിൽ ബിനുവിന് വരം ബൈജു കാളക്കണ്ടി മേയർ സ്ഥാനാർത്ഥിയായില്ല. അതായത്
കോഴിക്കോട് ഡയറക്ടർ എം വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് വോട്ടില്ലാത്തതിനാൽ മത്സരിക്കാനാവില്ല. അതുകൊണ്ട് പകരം ബിജു കാളക്കണ്ടിയെയാണ് മത്സരിപ്പിക്കാൻ ഇറക്കുന്നത്. ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥി ആയിട്ടില്ല കോൺഗ്രസ്സിന് എന്നതാണ് വാർത്ത. ഇനി മേയർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതാണ് ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള തദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. എഡിറ്റോറിയൽ പേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, എഡിറ്റോറിയലുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിൽ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ മാത്രമാണ് വ്യത്യസ്തമായിരിക്കുന്നത്. ഇല്ല, അഖ്ലാഖ് ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്നാണ് മാധ്യമം പറയുന്നത്. കഴിഞ്ഞ ദിവസം അഖ്ലാഖിനെ നമുക്കെല്ലാവർക്കും അറിയാം, ദാദ്രിയിൽ മാംസം കൈവശം വെച്ചു എന്ന് ആരോപിച്ച് തല്ലിക്കൊന്ന ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മരിച്ച വ്യക്തിയാണ്. 51കാരനാണ് അഖ്ലാഖ്. അഖ്ലാഖിൻ്റെ കേസിൽ യു പി സർക്കാർ ആ കേസ് പൂർണ്ണമായും പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ്. പൂർണ്ണമായും പിൻവലിക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള എഡിറ്റോറിയലാണ് മാധ്യമം എഴുതിയിരിക്കുന്നത്. അത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ എല്ലാം കണക്കുകളുണ്ട്. ഇത്തരത്തിൽ ഒരു കേസ് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. ഗാന്ധി പോലും കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ മരിച്ചു എന്നാക്കുന്നവർക്ക് അഖ്ലാഖിൻ്റെ മരണം പോലും തുടച്ചു നീക്കാൻ അഖ്ലാഖ് വളരെ നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ട് അത്തരം ഇതിൽ നടക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുകൂടി തന്നെയുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തന്നെ ഇത് ഇല്ലാതാക്കുമെന്ന രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണ് മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജ് എടുക്കുകയാണെങ്കിൽ ഇന്നലെ കോടതിയിലുണ്ടായ ഇതിൻ്റെ വിശദമായ 2 പേജ്, എഡിറ്റോറിയൽ പേജും ഓപ്പഡ് പേജും പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. സുപ്രീം കോടതി ഇന്നലെ രാഷ്ട്രപതിയുടെ റഫറൻസിലുണ്ടായ വിധി പകർപ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്കാണ്. സുപ്രീം കോടതി വിധി പറയുന്നത് എന്താണ് എന്നുള്ള ഓരോ ജഡ്ജിമാരുടെയും പടങ്ങൾ നൽകിയിട്ടുണ്ട്. 5 ജഡ്ജിമാരുടെയും പടങ്ങളുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ PS ശ്രീധരൻപിള്ളയുടെ ലേഖനമുണ്ട്, അഡ്വക്കേറ്റ് കാളീശ്വര രാജൻ്റെ ലേഖനമുണ്ട്. അങ്ങനെ ആ വിധിയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസാണ് പൂർണ്ണമായും നൽകിയിരിക്കുന്നത്. പിന്നെ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ചാൻസലറുടെ തറവാട് പൊളിക്കും. പ്രതികളുടെ വീടുകൾ ഒന്നൊന്നായി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി സ്ഫോടനത്തിൽ ചാൻസലറുടെ തറവാട് പൊളിക്കുന്നു എന്ന വാർത്തയുണ്ട്. ജീവനക്കാർ നിരീക്ഷണത്തിലാണ്. കാശ്മീർ ടൈംസിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തി തുടങ്ങിയ വാർത്തകളെല്ലാം ഈ ഓപ്പൺ പേജിലും എഡിറ്റോറിയൽ പേജിലുമായി നൽകിയിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് താൻ മതേതരവാദിയാണ് എന്ന് പറഞ്ഞ വാർത്തയും മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ നൽകിയിരിക്കുന്നു. ഇനി സ്പോർട്സ് പേജിലേക്ക് കടക്കുകയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആഷസ് തന്നെയാണ്. ആഷസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആണ് ആഷസിൻ്റെ ആദ്യ മത്സരം. ആഷസ് ആവേശം എന്ന പേരിൽ മാതൃഭൂമി വലിയ വാർത്ത തന്നെ. ആഷസിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ സ്കോറ്, ഉയർന്ന സ്കോറ് തുടങ്ങി എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നൽകിക്കൊണ്ടുള്ള ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ആര്, ഏറ്റവും കൂടുതൽ റൺ നേടിയ ബാറ്റ്സ്മാൻ ആര്, നിലവിൽ കളിക്കുന്നവരെ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരമാര് തുടങ്ങി ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നു. സ്റ്റീവ് സ്മിത്തും അതുപോലെ തന്നെ ആദ്യ ടെസ്റ്റിൽ 1-ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ നയിക്കുന്ന സ്റ്റീവ് സ്മിത്തും ഒപ്പം ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും തമ്മിൽ കൈകൊടുത്ത് നിൽക്കുന്ന പടം എല്ലാം നൽകിക്കൊണ്ടുള്ളതാണ്. ഇപ്പോൾ ആഷസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്. ആഷസിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിൻ്റെ 6 വിക്കറ്റുകൾ 160 റൺസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നഷ്ടമായി എന്ന വാർത്ത അറിയിക്കുകയാണ് പത്രത്തിൽ. അത് മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ മാധ്യമത്തിൻ്റെ സ്പോർട്സ് പേജിൽ ഗില്ലിന് കാത്തിരിപ്പ്, പന്ത് നയിക്കും. അതായത് ഫിറ്റ്നസ് ടെസ്റ്റിന് പരിക്കേറ്റ ഗില്ല് ഇതുവരെയും 2-ാം ടെസ്റ്റിന് മുന്നിട്ട് ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അതുകൊണ്ട് ഋഷഭ് പന്ത് ഇന്ത്യയെ നയിക്കുമെന്ന ഒരു സൂചന ഇന്ന് വീണ്ടും ഫിറ്റ്നസ് ടെസ്റ്റ് ബാറ്റിംഗ് കോച്ച് പറയുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണെങ്കിൽ അദ്ദേഹം കളിക്കും, അല്ലെങ്കിൽ പന്തായിരിക്കും ഇന്ത്യയെ
നയിക്കുക എന്ന വാർത്തയാണ് മാധ്യമത്തിൻ്റെ സ്പോർട്സ് പേജിലുള്ളത്. എന്തുകൊണ്ടോ ആഷസ് കാര്യമായ രീതിയിൽ ആഷസ് നൽകിയിട്ടില്ല. വെറ്ററൻ ഓസീസ് ബാസ്ബോൾ ഇംഗ്ലണ്ട് എന്ന പേരിൽ ആഷസിൽ ഇനി കളിയുത്സവം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയായിട്ടല്ലെങ്കിൽ കൂടി പ്രധാനപ്പെട്ട വാർത്തയെ തന്നെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി നൽകിയിട്ടുള്ള അത്രയും വിശദമായിട്ടല്ല നൽകിയത് എന്ന് മാത്രം. അതേസമയം സിറാജും ആഷസ് തന്നെയാണ് ഏറ്റവും വലിയ വാർത്തയായി നൽകിയിരിക്കുന്ന. ആഷസ് ആവേശം എന്ന് തന്നെയാണ് അവരും തലക്കെട്ട് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഒരു കൗതുകമാണ്. അതേ ആവേശം തന്നെയാണ്, അതേ ടെക്സ്റ്റ് സാധനം തന്നെയാണ് മാതൃഭൂമിയും നൽകിയിരിക്കുന്ന ആഷസ് ആവേശം. എന്തായാലും ഏറ്റവും മികച്ച വാശിയേറിയ ഇന്ന് ലോകത്ത് നടക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ കുറേ ചരിത്രം മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വാശിയേറിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ് ആഷസിൻ്റേത്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റാണ് ആഷസ് ടെസ്റ്റ് പരമ്പര. 5 മത്സരങ്ങളാണ് പരമ്പരയിലുണ്ടാവുക. ചരിത്രത്തിൻ്റെ വലിയ ഒരു പങ്ക് അതിന് ഉണ്ട്, അതിന് പിൻബലമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് ആഷസിൻ്റെ. ചരിത്രം നോക്കുകയാണെങ്കിൽ 1882 ആഷസിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അന്ന് ഇംഗ്ലണ്ടിൽ ഓസ്ട്രേലിയ ടെസ്റ്റ് വിജയിച്ചപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് മരിച്ചു, അതിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞു ചിതാഭസ്മം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയി എന്ന് സ്പോർട്ടിംഗ് ടൈംസിൻ്റെ ലേഖനായിരുന്ന റെജി നാൾ ഷെർലി എഴുതുകയുണ്ടായി. ആ വർഷം മുതൽ നടക്കുന്ന പരമ്പരയിൽ ആ ചിതാഭസ്മം തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഇവോ ബ്ലിഗ് പ്രഖ്യാപിച്ചു. തുടർന്ന് 2-1 പരമ്പര ജയിച്ച ഇംഗ്ലണ്ട് ടീമിനുള്ള സമ്മാനമായി ചെറിയ ഒരു ചിതാഭസ്മ കുംഭം നൽകി. ഇതോടെയാണ് ആഷസ് പരമ്പര തുടങ്ങിയത്. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥ. വളരെ കൗതുകപരമായ ഇത്തരം കുറേ കഥകളുള്ളതാണ് ടെസ്റ്റ് ക്രിക്കറ്റും ക്രിക്കറ്റ് ഒന്നടങ്കം. ഏതായാലും ഇന്നത്തെ പ്രസ് ഇവിടെ അവസാനിക്കുകയാണ്, സമയമായിരിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.